മണൽപ്പറമ്പിൽ ദേശീയപാത നിർമ്മാണത്തിൽ ദുരിതത്തിലായി 20-ലധികം കുടുംബങ്ങൾ. വിദ്യാർത്ഥികളും രോഗികളും അടക്കം ദുരിതത്തിലായതിനാൽ താൽക്കാലികമായെങ്കിലും പ്രശ്നപരിഹാരം കാണണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. എറണാകുളം വടക്കൻ പറവൂർ മണലിപ്പറമ്പിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് 20-ലധികം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. പറവൂർ നഗരസഭയുടെയും ചിറ്റാറ്റുകര പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമാണിത്. മഴക്കാലമായതോടെ ചെളി നിറഞ്ഞ പ്രദേശവാസികളുടെ യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. ഇത് മുനിസിപ്പാലിറ്റി ഒന്നാം വാർഡ് എന്റെ കൗൺസിലർ ജോബി വഞ്ചിക്കാരനാണ്. പക്ഷെ ആ പുള്ളിക്കും പറഞ്ഞാലും ഒരു പരിധിയില്ലേ. പുള്ളിയും പറയുമ്പോഴും ഇതൊക്കെ തന്നെയാണ് അവര് പറയണത്. അവരൊരു കാര്യം ചെയ്തു തന്നില്ല. തുടർന്ന് ഞങ്ങൾ വണ്ടി ഈ പുള്ളിയാണ് കാലത്ത് പോലീസ് കേസ് വന്നാല് നമുക്ക് പോലീസ് പോകാത്തുള്ളൂ. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വിരോധിക്കും. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ വാഹനങ്ങൾ പോകുന്നതാണ് ചെളി വ്യാപിക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. ഈ ഭാഗത്തേക്ക് ഓട്ടോറിക്ഷ അടക്കം എത്താത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. രോഗികളായവരടക്കം വലയുന്നതിനാൽ സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികൾക്കും ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. അതിനാൽ എത്രയും വേഗം അധികാരികൾ ഇടപെട്ട് താൽക്കാലികമായെങ്കിലും പ്രശ്നപരിഹാരം കാണണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. വീട്ടിലും ഏതാണ്ട് 18 വീട്ടുകാരും രോഗികളാണ്, പ്രായമുള്ള ആൾക്കാരാണ്. എങ്ങനെ നടന്നു പോരും? രോഗികളുള്ള ആൾക്കാരാണ്. ഇതൊക്കെ രോഗികളാണ്. എന്റെ അമ്മയ്ക്കാണ് മുട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. നടക്കാനുള്ള ഒരു ഇത് പാത ശരിയാക്കി തന്നാൽ മതി. അത്യാവശ്യം ഞങ്ങൾക്ക് ഒന്ന് വണ്ടി ഓട്ടോറിക്ഷ വരാനുള്ള ഒരു സാധനം ഉണ്ടാക്കി തന്നാൽ മതി. ന്യൂസ് ബ്യൂറോ, പറവൂർ. അച്ചൂസ് ടൈലറിംഗ് മെറ്റീരിയൽസ്, ബട്ടൺ ഹോൾ ആൻഡ് അറ്റാച്ച്മെന്റ്സ്, പതിയാറ ബിൽഡിംഗ്, വാച്ചാക്കൽ, എടവനക്കാട്. തയ്യൽ സാമഗ്രികൾ മൊത്തമായും ചില്ലറയായും മിതമായ വിലക്ക് ലഭിക്കുന്ന സ്ഥാപനം. മെഷീൻ എംബ്രോയിഡറിയും ചെയ്തു നൽകുന്നു. സഹോദര സ്ഥാപനം അച്ചൂസ് ടൈലറിംഗ് മെറ്റീരിയൽസ്, നോട്ട് പറവൂർ.